ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് കുട്ടികൾക്ക് ഏറെ ഇഷ്ടപ്പെടുന്ന ഡോനറ്റിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് നല്ല പഞ്ഞി പോലെയുള്ള ഡോനറ്റ് നമുക്ക് വീട്ടിൽ സിമ്പിളായിട്ട് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കാണാനായിട്ട് ശ്രദ്ധിക്കട്ടെ. അപ്പോഴാണ് എല്ലാ ഇൻഗ്രീഡിയൻസും എടുക്കാനും കറക്റ്റായിട്ടുള്ള മെഷർമെൻറ്റിൽ ചെയ്തെടുക്കാനും നല്ല പഞ്ഞി പോലെയുള്ള ഡോനറ്റ് റെഡിയാക്കി എടുക്കാനും പറ്റുള്ളൂ. കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്കതിൻ്റെ റെസിപ്പി നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഈസ്റ്റ് ഒന്ന് പൊങ്ങാനായിട്ട് മാറ്റി വെക്കണം. അപ്പോൾ ഇതാ ഒരു കപ്പ് ഇളം ചൂടുള്ള പാലാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇനിയിപ്പോൾ പാലില്ലെങ്കിൽ സാധാ വെള്ളം എടുത്താലും മതി കേട്ടോ. പാലിലാവുമ്പോഴാണ് ഒന്നുകൂടി ഒന്ന് ടേസ്റ്റ് ഉണ്ടാവുന്നത് മാത്രം. അപ്പോൾ പാലിൻ്റെ ചൂട് ശ്രദ്ധിക്കുക. ഇളം ചൂട്, ചെറിയൊരു ചൂട് മാത്രമേ പാടുള്ളൂ. ഓവർ ചൂടുണ്ടായിട്ടുണ്ടെങ്കിൽ ഈസ്റ്റ് ഡെഡായി പോവും, കറക്റ്റായിട്ട് പൊങ്ങി വരത്തില്ല കേട്ടോ. അപ്പോൾ ചെറിയൊരു ചൂടോട് കൂടെയുള്ള പാലെടുക്കുക. ഒരു കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ ഈസ്റ്റും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് നമുക്കത് അടച്ചു വെച്ച് മാറ്റി വെക്കാം. ഇനി അതൊന്ന് പൊങ്ങി വരുന്ന സമയം കൊണ്ട് നമുക്ക് അതിലേക്ക് വേണ്ടിയിട്ടുള്ള മാവ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ 2.25 കപ്പ് മൈദയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ഇതാ 2.25 കപ്പ് മൈദ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഈസ്റ്റ് ഉണ്ടല്ലോ ഒന്ന് ആക്റ്റീവായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആ മാവ് ഒരു പാലിൻ്റെ മിക്സ് ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് കുഴച്ചിട്ടെടുക്കണം. ഇനിയിപ്പോൾ ഡ്രൈഡ് ഈസ്റ്റ് ആയാലും ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയാലും ഈ ഒരു സെയിം മെത്തേഡിൽ തന്നെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് അത് കുഴച്ചിട്ടെടുക്കുക. ഞാനിപ്പോൾ മൊത്തമായിട്ട് തന്നെ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കറക്റ്റായിട്ടുള്ളൊരു പാകത്തിനാണ് കേട്ടോ വന്നിട്ടുള്ള. കണ്ടല്ലോ മുഴുവനായിട്ട് തന്നെ ഒഴിച്ചിട്ടുണ്ട്. അതിന് അടിഭാഗത്ത് കുറച്ച് പഞ്ചസാര ഉള്ളതും കൂടെ അതിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് മധുരം ഉണ്ടാകുമ്പോഴാണത് ടേസ്റ്റ് ഉണ്ടാവുക. ഇനിയിപ്പോൾ ഈ മാവിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇനി അതും കൂടെ കൂടിയിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ചെറിയൊരു ലൂസോട് കൂടിയിട്ടുള്ള പരുവത്തിൽ വേണം കേട്ടോ അത് കുഴച്ചെടുക്കാൻ. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കൂലേ അതുപോലെ ചെറിയൊരു ലൂസോട് കൂടി. അപ്പോഴാണ് കറക്റ്റായിട്ട് നല്ല ഫ്ലഫി ആയിട്ടുള്ള ഡോനറ്റ് റെഡിയാക്കാൻ പറ്റുക. ഹാർഡായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് ഉണ്ടാവില്ല കേട്ടോ. ഹാർഡായിട്ട് തന്നെ മാറും നമ്മുടെ ഡോനറ്റ്. ഇതിപ്പോൾ ഞാനിപ്പോൾ ഒരു 5 മിനിറ്റ് നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് കുറച്ച് ഓയിൽ ആക്കി കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഈ മാവ് ഒന്നുകൂടെ നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് അധികം ബുദ്ധിമുട്ടൊന്നുമില്ല. ജസ്റ്റ് ഒരു 10 മിനിറ്റൊക്കെ നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തെങ്കിൽ മാത്രമേ ആ ഒരു മാവ് നന്നായിട്ട് തന്നെ സോഫ്റ്റായിട്ടും പൊങ്ങി വരത്തുള്ളൂ. അപ്പോഴാണ് നമ്മൾ ഡോനറ്റ് ഫ്രൈ ആക്കി കഴിഞ്ഞാൽ നല്ല പഞ്ഞി പോലെയുള്ള ഡോനറ്റ് കിട്ടുക കേട്ടോ. അപ്പോൾ ഇലക്ട്രിക് ബീറ്ററിലൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ബീറ്ററായിട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് തന്നെ കുഴച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ കൗണ്ടർ ടോപ്പ് നന്നായിട്ട് തന്നെ ക്ലീൻ ആക്കിയിട്ട് കുറച്ച് ഓയിൽ ആക്കി കൊടുത്തിട്ട് കൗണ്ടർ ടോപ്പിലിട്ട് നന്നായിട്ട് തന്നെ മാവ് കുഴച്ചെടുക്കുകയാണ്. അപ്പോൾ ഒരു 5 മിനിറ്റും കൂടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ അതിൽ കുറച്ച് ഓയിലാക്കിയിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ അത്യാവശ്യം കുഴിയുള്ള പാത്രം എടുക്കുന്നതായിരിക്കും നല്ലത്. ആ ഒരു മാവ് നന്നായിട്ടൊന്ന് പൊങ്ങി വരാനാണ്. അതിൻ്റെ മുകളിലും കൂടെ കുറച്ച് ഓയിലാക്കിയിട്ട് നമുക്കത് മാറ്റി വെക്കാം. ഡ്രൈ ആയി പോവാതിരിക്കാനായിട്ടാണ് കുറച്ചുകൂടി ഓയിൽ സ്പ്രെഡാക്കി കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഇത് ഒന്ന് അടച്ച് വയ്ക്കുക. അതല്ലെങ്കിൽ ക്ലീൻ റാപ്പർ കൊണ്ടോ അല്ലെങ്കിൽ നനഞ്ഞ തുണി കൊണ്ടോ ഒന്ന് മൂടി കൊടുക്കുക. നന്നായിട്ടൊന്ന് പൊങ്ങി വരാനാണ്. പിന്നെ ചൂടുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ നമുക്കത് ഏകദേശം 2 മണിക്കൂർ കൊണ്ടൊക്കെ നന്നായിട്ട് പൊങ്ങിക്കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ 2 മണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ചെറിയൊരു തണുപ്പല്ലേ ക്ലൈമറ്റ്, അതുകൊണ്ടാണ്. അപ്പോൾ കുറച്ചൊരു ടൈമൊക്കെ വെക്കുകയാണെങ്കിൽ ഇനിയും പൊങ്ങി വരാൻ ഉണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ ഏതായാലും ടൈമില്ലാത്തതുകൊണ്ട്
ഇത്രയും മതി കേട്ടോ. ഞാനിത് എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയിട്ട് കൗണ്ടർ ടോപ്പ് ഒന്ന് ക്ലീൻ ആക്കിയിട്ട് കുറച്ച് ഓയിൽ തടവി കൊടുത്തിട്ട് അവിടെ വെച്ചിട്ട് വേണം പരത്തിയെടുക്കാൻ. ഇനിയിപ്പോൾ കൗണ്ടർ ടോപ്പ് അല്ലെങ്കിൽ കട്ടിംഗ് ബോർഡിൽ വലിയ സൈസിലുള്ള കട്ടിംഗ് ബോർഡൊക്കെ ഉണ്ടെങ്കിൽ അതിന്മേൽ വെച്ചിട്ടും നമുക്കിതുപോലെ പരത്തിയെടുക്കാം. അപ്പോൾ നല്ല പഞ്ഞി പോലെ ആയിരിക്കും കേട്ടോ. നല്ലതുപോലെ തന്നെ എയറൊക്കെ കയറിയിട്ട് നന്നായിട്ട് തന്നെ പൊങ്ങിയിട്ടുണ്ടാവും മാവ്. ഇനി ഇതുപോലെ നമുക്ക് ഒരു ചപ്പാത്തി റോളർ വെച്ചിട്ട് പരത്തിയെടുക്കാം. അപ്പോൾ നന്നായിട്ട് തിന്നാക്കിയിട്ടൊന്നും പരത്തിയെടുക്കരുത്. അത്യാവശ്യം തിക്നെസ്സിൽ തന്നെ വേണം ഇത് പരത്തിയെടുക്കാൻ. ചെറിയൊരു കട്ടയോട് കൂടി തന്നെ പരത്തിയെടുക്കുക. എല്ലാ ഭാഗവും ഈക്വലായിട്ടുള്ള രീതിയിൽ തന്നെ പരത്തിയെടുക്കുക. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ ഒരു അടപ്പ് വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഇതുപോലെ ഞാനിപ്പോൾ നോസിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിന് പകരം ചെറിയ അടപ്പൊക്കെ എടുത്തിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഉണ്ടല്ലോ, എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. ആ പാത്രത്തിലെ അടിയിൽ നന്നായിട്ട് തന്നെ ഓയിലൊന്ന് സ്പ്രെഡ് ആക്കിയിട്ട് വേണം കേട്ടോ അത് വെച്ച് കൊടുക്കാൻ. അതില്ലെങ്കിൽ അതിൽ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി ഇതുപോലെ നമുക്ക് ആ ഒരു മാവ് മൊത്തമായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ കുക്കീസ് കട്ടറൊക്കെ കയ്യിലുണ്ടെങ്കിൽ അതൊക്കെ ആയിട്ട് ചെയ്തെടുത്താൽ സിമ്പിളാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്ര സൈസിലുള്ള ഡോണറ്റ് വേണോ അതിനനുസരിച്ചുള്ള അടപ്പെടുത്തിട്ട് ഇതുപോലെ മുഴുവനായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ ബാലൻസ് വന്നിട്ടുള്ള മാവുണ്ടല്ലോ, ഇതുപോലെ മുഴുവനായിട്ട് തന്നെ എടുത്തിട്ട് നമുക്ക് നമ്മൾ പൊറാട്ടയ്ക്കൊക്കെ ആക്കിയെടുക്കില്ല, അതുപോലെ ഇതുപോലെ ഉൾഭാഗത്തേക്ക് ഇതുപോലെ ആക്കി കൊടുക്കട്ടോ. വിരൽ വെച്ചിട്ട് ഇതുപോലെ ചെയ്തിട്ട് ഒരു ബോളാക്കി എടുക്കുക. അതിനുശേഷം അത് പരത്തിയിട്ട് ആ ഒരു സെയിം രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇതാ മുഴുവനായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ ആ ഒരു 2.25 കപ്പ് മാവിൽ നിന്നും 13 ഡോണറ്റാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള അളവ് പറയാൻ പറ്റില്ല, കാരണം സൈസിനനുസരിച്ചാണ് നമുക്ക് എണ്ണം കിട്ടുക. അപ്പോൾ ഞാനിപ്പോൾ ചെറുതും വലുതും ഒക്കെ ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. 13 ഡോണറ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതൊരു 10 മിനിറ്റും കൂടെ നമുക്കിത് അടച്ച് വെച്ച് കൊടുക്കണം. ഇതൊന്നും കൂടെ ഒന്ന് പൊങ്ങി വരട്ടെ. അപ്പോൾ ഞാനിപ്പോൾ ഒരു 10 മിനിറ്റും കൂടെ അടിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒന്നുകൂടെ ഒന്ന് വീർത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു 10 മിനിറ്റും കൂടെ കട്ട് ചെയ്തതിന് ശേഷം വെച്ച് കൊടുക്കുക. അതിന് ശേഷം വേണം നമുക്കിത് ഫ്രൈ ആക്കി എടുക്കാൻ. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഓയിലൊക്കെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, വെളിച്ചെണ്ണയിലൊന്നും ഫ്രൈ ആക്കി എടുക്കരുത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ടേസ്റ്റേ മാറിപ്പോവും. ഓയിലെല്ലാം എടുക്കുക, സൺഫ്ലവർ ഓയിലോ പാം ഓയിലോ ഏത് ഓയിലായാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ വെളിച്ചെണ്ണ എടുക്കരുത് കേട്ടോ. ഇനിയിപ്പോൾ ലാസ്റ്റ് ബാലൻസ് വന്നിട്ടുള്ള ചെറിയൊരു പോർഷനാണ്, അത് ഇട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായിട്ടുണ്ടോയെന്ന് ചെക്ക് ചെയ്ത് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ എണ്ണ നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് ഓരോ ഡോനറ്റായിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഡോനറ്റ് ഫ്രൈ ആക്കി എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഹൈ ഫ്ലെയിമിലും വെച്ച് കൊടുക്കരുത്, ലോ ഫ്ലെയിമിലും വെച്ച് കൊടുക്കരുത്. ഹൈ ഫ്ലെയിമിൻ്റെയും മീഡിയം ഫ്ലെയിമിൻ്റെയും ഇടയിലായിട്ട് വേണം ഇത് വെച്ച് കൊടുക്കാൻ. അപ്പോൾ ഫ്ലെയിം തീരെ കുറവായിട്ടുണ്ടെങ്കിൽ ഡോനറ്റ് ഹാർഡായിട്ട് മാറും. അതുപോലെ തന്നെ ഫ്ലെയിം നന്നായിട്ട് തന്നെ കൂട്ടി വെച്ചിട്ട് ഫ്രൈ ആക്കി എടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉൾഭാഗമൊന്നും വെന്ത് കിട്ടില്ല കേട്ടോ. അപ്പോൾ ഹൈ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ഫ്രൈ ആക്കി എടുക്കുക. ഇപ്പോൾ 2 ഭാഗം തിരിച്ചു മറിച്ചിട്ടെടുത്ത് ഗോൾഡൻ കളറാവുന്ന സമയത്ത് വേണം നമുക്കത് എണ്ണയിൽ നിന്നും കോരി മാറ്റാൻ. പിന്നെ ഓരോ ഡോനറ്റും അതിലേക്ക് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് സ്പൂൺ വെച്ചിട്ട് കണ്ടല്ലോ, ഇത് സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ അതിൻ്റെ മുകളിലേക്കായിട്ട് ഓയിൽ ആക്കി കൊടുക്കണം. ആ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കട്ടെ. അപ്പോൾ നന്നായിട്ട് തന്നെ എല്ലാ ഭാഗവും ഒരുപോലെ തന്നെ പൊങ്ങി വരും. ഇതുപോലെ ഓയിൽ അതിൻ്റെ മുകൾ ഭാഗത്തേക്കായിട്ട് ആക്കി കൊടുക്കുക. അപ്പോൾ ഇത് ആദ്യം ഇട്ട് കൊടുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കളറാവുന്ന സമയത്ത് വേണം നമുക്കത് എണ്ണയിൽ നിന്നും കോരി മാറ്റാൻ. അപ്പോൾ ഇനി ഇതുപോലെ മുഴുവനായിട്ട് തന്നെ ഫ്രൈ ആക്കി എടുക്കാം. ഞാനിപ്പോൾ ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ടുള്ള പാത്രത്തിലേക്കാണ് മാറ്റിയെടുക്കുന്നത്.
അപ്പോൾ ആദ്യം തന്നെ ഇതിന് ചെറിയൊരു ഡെക്കറേഷൻ കൊടുക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടല്ലോ, അത് ചൂടോട് കൂടെ തന്നെ കുറച്ച് പൊടിച്ച പഞ്ചസാര എടുത്തിട്ട് അതിൽ ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ ചോക്ലേറ്റ് അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഇല്ലാത്തവർക്കും ഈ ഒരു ടിപ്പ് ചെയ്തെടുത്താൽ മതിയിട്ട് നല്ല ടേസ്റ്റാണ്. ആ ഒരു ഡെക്കറേഷൻ ചെയ്തെടുക്കുക. അപ്പോൾ ചൂടോട് കൂടെ തന്നെ വേണം പഞ്ചസാര പൊടിച്ചതിൽ ഡിപ്പ് ചെയ്തെടുക്കാൻ. അപ്പോൾ ആ ഒരു ഡോനറ്റിൻ്റെ ചൂടുകൊണ്ട് ആ പഞ്ചസാര നന്നായിട്ട് അതിൽ പിടിച്ച് നിൽക്കൂട്ടോ. അപ്പോൾ ഞാനിപ്പോൾ മൊത്തമായിട്ട് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടല്ലോ, ഇതുപോലെയാണ് കേട്ടോ, നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് തിരിച്ച് അതേപോലെ തന്നെ വരികയാണ്. കണ്ടല്ലോ, ഇതാണ് കേട്ടോ കറക്റ്റ് ആയിട്ടുള്ള അതിൻ്റെ ഒരു പരുവം. അപ്പോൾ ഇത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ളത് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. കണ്ടല്ലോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്കത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് ഡെക്കറേഷൻ നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് എടുത്തിട്ട് ഡബിൾ ബോയിൽ മെത്തേഡിൽ മെൽറ്റാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റാക്കിയിട്ട് പൈപ്പിംഗ് ബാഗിലും ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഡോണറ്റിന് ഇന്ന് ഡെക്കറേഷൻ വേണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്കിത് തനിയെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇനിയിപ്പോൾ ഡെക്കറേഷനും കൂടെ ചെയ്തെടുക്കുമ്പോൾ ഒന്നുകൂടെ ഒന്ന് ടേസ്റ്റ് ഉണ്ടാവുന്നു മാത്രം. അപ്പം ചോക്ലേറ്റൊക്കെ കയ്യിലുണ്ടെങ്കിൽ ഇതുപോലെ മെൽറ്റ് ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഡെക്കറേഷൻസൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുത്താൽ മതി, കയ്യിലുള്ള ഐറ്റംസിനനുസരിച്ച് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ചോക്ലേറ്റ് ഒന്നും കയ്യിലില്ലാന്ന് വിചാരിച്ചിട്ട് ആരും ഇത് റെഡിയാക്കി എടുക്കാതെ നിൽക്കരുത് കേട്ടോ. അത് തനിയെ ചോക്ലേറ്റും ഡെക്കറേഷൻ ഇല്ലെങ്കിലും അത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനിപ്പോൾ ചോക്ലേറ്റ് ഉള്ളതുകൊണ്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കാമെന്ന് മാത്രം. അപ്പോൾ ഇതാ വൈറ്റ് ചോക്ലേറ്റിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുത്താൽ മതി. ഇനിയിപ്പോൾ ചോക്ലേറ്റ് ഒന്നും കയ്യിലില്ലെങ്കിൽ തേനുണ്ടല്ലോ, തേന് ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഇങ്ങനെ ഒഴിച്ച് കൊടുത്ത് കഴിക്കുകയാണെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒന്നും ഇല്ലാത്തവർ തേൻ ഉപയോഗിക്കുക. അതല്ലെങ്കിൽ പഞ്ചസാര പൊടിച്ചത് ആദ്യം കാണിച്ചതുപോലെ ചെയ്തെടുക്കുക. ഇനി ഞാനിപ്പോൾ അടുത്ത ഡെക്കറേഷനായിട്ട് ഇതുപോലെ കുറച്ച് നട്ട്സ് ഒന്ന് കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ. അത് വെച്ച് കൊടുക്കുകയാണ്. ബദാമും കാഷ്യൂ നട്ട്സും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നട്ട്സൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തെടുക്കുകയെന്നുണ്ടെങ്കിൽ ആ ഒരു ചോക്ലേറ്റ് കട്ട് ചെയ്യാവുന്നതിന് മുമ്പ് തന്നെ ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് അതിൽ കറക്റ്റായിട്ട് തന്നെ പിടിച്ച് നിൽക്കുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ സ്പ്രിങ്കിൾസൊക്കെ ഉണ്ടെങ്കിലും ആ ഒരു ചോക്ലേറ്റ് കട്ട് ചെയ്യാവുന്നതിന് മുമ്പ് തന്നെ അതൊക്കെ അതിൻ്റെ മുകളിലേക്കായിട്ട് ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതാ പ്ലെയിൻ ആയിട്ടുള്ള ഡോനറ്റ് എടുത്തിട്ട് കുറച്ച് ചോക്ലേറ്റ് ഇതുപോലെ ആക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഡെക്കറേഷനൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കുക, കയ്യിലുള്ള ഐറ്റംസിനനുസരിച്ച് ചെയ്തെടുക്കുക, അത്രയേ ഉള്ളൂ. എന്നാലും നല്ല ടേസ്റ്റാണ്. അത് ഒന്നുമില്ലെങ്കിലും ഡെക്കറേറ്റ് ചെയ്തെടുത്തില്ലെങ്കിലും നല്ല ടേസ്റ്റാണ്. ഇപ്പം ഞാനിപ്പോൾ മുഴുവനായിട്ട് തന്നെ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്, കണ്ടല്ലോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ പുറത്തുനിന്ന് വാങ്ങൊക്കെ ആകുമ്പോൾ നല്ല എക്സ്പെൻസീവ് അല്ലേ ഡോനറ്റ് ആയാലും. അപ്പോൾ നമുക്ക് കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് നമുക്കത് വീട്ടിൽ സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. പുറത്തുനിന്ന് വാങ്ങുന്ന ആ ഒരു സെയിം മെത്തേഡിൽ തന്നെ സെയിം ടേസ്റ്റിൽ തന്നെ നമുക്കത് റെഡിയാക്കി എടുക്കാൻ പറ്റും. കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളൂ. കുറച്ച് ടൈമും മതിയിട്ട് നമുക്ക് സ്പെൻഡ് ചെയ്തെടുക്കാൻ. ഒന്ന് കുഴച്ചെടുക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. പിന്നെയൊക്കെ ഫ്രൈ ആക്കിയാലും കട്ട് ചെയ്തെടുക്കലോ ഒക്കെ സിമ്പിളല്ലേ. എന്നാൽ നല്ല ടേസ്റ്റാണ്. നമുക്ക് പുറത്തുനിന്നൊന്നും കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. അതുപോലെ വീട്ടിൽ തന്നെ റെഡിയാക്കി കൊടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഞാനിതൊന്ന് കട്ടാക്കിയിട്ട് കാണിച്ചു തരാം. കണ്ടല്ലോ, ഇത്രത്തോളം സോഫ്റ്റാണ്, എത്രത്തോളം ഭംഗിയായിട്ടാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളതെന്ന് ഇതിൽ കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. കഴിക്കുന്ന സമയത്ത് ആ ഒരു പാലിലും ഒക്കെ നമ്മൾ കുഴച്ചെടുത്തതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്. കണ്ടല്ലോ, ഒട്ടും എണ്ണയൊന്നും കുടിക്കില്ല കേട്ടോ. തീരെ തുള്ളി പോലും എണ്ണയൊന്നും കുടിക്കില്ല. അതൊന്നും വിചാരിച്ചിട്ട് ടെൻഷനൊന്നും ആവണ്ട. അപ്പോൾ ഈ ഒരു റെസിപ്പി എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. സൂപ്പർ.